ഇന്നൊരു പപ്പായ വറവാണ്. പപ്പായ ഞാൻ മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒരു സവാള, ചെറിയൊരു സവാളേൻ്റെ പകുതി, 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു കളറിന്, ഒരു 2 കറിവേപ്പില. ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മുളക് പൊടി തീരെ വേണ്ട. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ട് കൊടുത്ത് രണ്ട് ചെറിയുള്ളി ചെറുതായി മുറിച്ചത്, 2 വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക്, വേണേൽ ഉരുന്ന് പരിപ്പും ചേർക്കാം. കരിയുന്നതിന് മുമ്പായിട്ട് പപ്പായ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് അടച്ചു കൊടുക്കാം. 2 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. വേവാനായി നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി അടച്ചു കൊടുക്കുക. തേങ്ങ ചേർത്തിട്ട് 2-3 മിനിറ്റായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പപ്പായ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. പപ്പായ കൊണ്ട് ഓണത്തിനുണ്ടാക്കാൻ പറ്റിയ 2 കറിയുണ്ട്. പച്ചടി, വറവ്. നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. നമ്മുടെ പപ്പായ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതാണ്.